വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജേണലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ 2 ജേണൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നു. ഇനി ഒരു 3 ടൈപ്പ് ജേണലും കൂടിയുണ്ട്. അതും കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് കണ്ടിട്ട് വരാം. ഓക്കെ. 3rd വൺ, റിഫ്ലക്റ്റീവ് ജേണൽ. റിഫ്ലക്റ്റ് ഓൺ എക്സ്പീരിയൻസസ് ആൻഡ് ഫീലിങ്സ്. നമുക്കുണ്ടായ എക്സ്പീരിയൻസസ്, ഫീലിങ്സ് അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് എഴുതാം. അപ്പം എങ്ങനെയാണ് ഇതിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സിമ്പിൾ ഫോർമാറ്റാണ് അവിടെ കൊടുത്തത്. നമ്മൾ ജസ്റ്റ് റിഫ്ലക്ഷൻ എഴുതുകയാണ്. നമുക്ക് ക്ലാസ്സിലുണ്ടായ കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ. ഓക്കെ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് റിഫ്ലക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത്? റിഫ്ലക്ഷൻ എഴുതുമ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പോലെ എഴുതാം. അതായത് വാട്ട് ഡിഡ് ഐ ഡു ടുഡേ, ഫസ്റ്റ് തന്നെ എന്താണ് നമ്മളിന്ന് ചെയ്തത്, ദെൻ അതിൽ നിന്ന് എന്താണ് പഠിച്ചത്, അത് ചെയ്യുന്ന സമയത്ത് അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ ചാലഞ്ചിങ് ആയിരുന്നോ, എന്താണ് നമുക്കത് ഫീൽ ചെയ്തത്, ദെൻ വാട്ട് വുഡ് ഐ ഡു ഡിഫറെൻ്റ്ലി നെക്സ്റ്റ് ടൈം, അടുത്ത തവണ ഇത് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് വേറൊരു രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു നോട്ട് പോലെ എഴുതുന്നതിനെയാണ് റിഫ്ലക്റ്റീവ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇനി അതിന് ഞാനൊരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സീഡ് ജെർമിനേഷൻ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സയൻസ് ജേർണൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ തന്നെ റിഫ്ലക്റ്റീവ് ജേർണലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ്, ആക്ടിവിറ്റി എന്താണ്, റിഫ്ലക്റ്റീവ് ജേർണൽ എൻട്രി. അപ്പോൾ ഇതിൽ ഓരോ പാരഗ്രാഫും നമ്മൾ ആ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഏത് ക്വസ്റ്റ്യൻ, ഏത് ആൻസർ, ഏത് പാരഗ്രാഫ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ ഓർഡറിൽ തന്നെ എഴുതണമെന്നൊന്നുമില്ല, പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ജേർണൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ. ഒരു കൺക്ലൂഡിങ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ആക്ടിവിറ്റി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ജേർണൽ റൈറ്റിംഗ് ആണിത് റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, അടുത്തത് പറയുന്നത് റീഡിംഗ് ജേർണൽ. ഇത് കൂടുതലായിട്ടും ഈ ആർട്ട് സബ്ജക്റ്റ്, അതായത് ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ടും ഇത് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ആർട്ട് സബ്ജക്റ്റുകളുണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഭാഷ പഠിക്കുന്നത്, അവർക്കാണ് ഈ ഒരു ജേർണൽ കൂടുതൽ എന്താവുന്നത്, ഉപകാരമാവുന്നത് ആക്ടിവിറ്റി ടൈപ്പായിട്ട്. അപ്പോൾ അല്ലാതെ ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും നമ്മളിപ്പം വളരെ 7th വരെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ റീഡിങ് ജേർണൽ കൊടുക്കുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ അവർ പരിചയപ്പെടാൻ ഇത് സഹായിക്കും. ഇങ്ങനെയൊരു ജേർണൽ എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുക. അതിനുവേണ്ടി നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കുട്ടികളെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറേ ബുക്കുകളുമായിട്ട് പരിചയപ്പെടാൻ അത് അവരിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കും. ഏതൊക്കെ ബുക്ക് വായിച്ചു, ആ ബുക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ജേർണലാണ് റീഡിങ് ജേർണൽ എന്ന്. ഓക്കെ. ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റീഡിങ് ജേർണലിൻ്റെ ഒരു ടെംപ്ലേറ്റ് ആണ്. എങ്ങനെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടതെന്നുള്ളത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചാൽ എന്താണ് ഡേറ്റ്, വായിച്ച ഡേറ്റ്, എന്താ ബുക്കിൻ്റെ പേര്, അതിൻ്റെ ഓഥർ ആരാണ്, എത്ര പേജ് എന്ന് വായിച്ചു, വായിച്ചതിൻ്റെ സമ്മറി, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം, ദെൻ എന്താണ് ആ ഒരു കഥയിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള പാഠം, ദെൻ പുതിയ വാക്കുകൾ എന്തൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ദെൻ എൻ്റെ ഫീലിങ്സ്, ക്വസ്റ്റ്യൻസ് ഐ ഹാവ്. ഇനിയിപ്പോൾ ആ കഥ വായിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വല്ല ഇൻട്രസ്റ്റിംഗ് തോട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയോ, ഇനി എത്ര റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട് ആ ഒരു ബുക്കിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് ഇപ്പം കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കാനും, അതേപോലെ തന്നെ ഇപ്പം ഈ ഇംഗ്ലീഷ്, മലയാളം ടീച്ചേഴ്സിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസ് ആയിട്ടും ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി ആയിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ, ക്രിയേറ്റീവ് ജേർണൽ. ഇപ്പം നമ്മൾ ചെറിയ UP സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളവിടെ നമ്മുടെ സബ്ജക്റ്റ് മാത്രമല്ല, ചിലപ്പം എന്താ പറയുക, ആർട്സ്, മ്യൂസിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഹൈസ്കൂളിലായാലും നമുക്ക് എക്സ്ട്രാ പീരീഡ്സ് വരുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസൊക്കെ വരും ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു ജേർണലാണ് ക്രിയേറ്റീവ് ജേർണൽ എന്ന് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ അവരുടെ ക്രിയേറ്റിവിറ്റി, അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളൊരു എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഇടമുണ്ടാക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ക്രിയേറ്റീവ് ജേർണലിനെ നമുക്ക് എന്ത് ചെയ്യാം, വിലയിരുത്താം. ഓക്കെ. ഇവിടെ ഞാനൊരു ക്രിയേറ്റീവ് ജേർണലിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ ക്രിയേറ്റീവ് ജേർണൽ. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം,
എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് ക്രിയേറ്റീവ് ജേർണൽ എന്ന് പറയുന്നത്. ഈവൻ ജേർണൽ എന്ന് പറയുന്നത് തന്നെ സിമ്പിളായിട്ട് പോലെ നമ്മൾ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പം ജേർണലിങ്ങിനോട് കുട്ടികൾക്കൊരു ഇഷ്ടം ഉണ്ടാക്കാനും അതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ പലതരം ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസായിട്ടും അല്ല നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ കൂടി നമ്മുടെ സബ്ജക്റ്റിന് പുറത്തുള്ളൊരു കാര്യം നമ്മളോട് കൈകാര്യം ചെയ്യാൻ പറഞ്ഞാലും ഇങ്ങനെയുള്ള ചെറിയ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് കുട്ടികളെ മാനേജ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റിയിൽ സെക്കൻഡ് ആക്ടിവിറ്റി ജേർണൽ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജേർണലും അതിന് എക്സാമ്പിൾസുമാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ലെസൺ പ്ലാൻ എഴുതുന്ന സമയത്ത് ഈ ആക്ടിവിറ്റീസൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. സോ സീ യു ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.